ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. അമ്മ എക്സിക്യൂട്ടീവ് പിരിച്ചുവിടണമെന്നും ടിനി ടോമിനെ സംഘടനയിൽ നിന്നും പുറത്താക്കണമെന്നും നടി അൻസിബ ഹസൻ. അമ്മ പ്രസിഡന്റ് ശ്വേത മേനോനെതിരെയും അൻസിബ ഹസൻ രംഗത്ത് വന്നു. അമ്മയിൽ പരാതി പറഞ്ഞിട്ട് കാര്യമില്ല, തനിക്കെതിരെയാണ് ഗൂഢാലോചന നടന്നത്. പരാതി നൽകാൻ വൈകിയെന്ന് പറയുന്നത് തെറ്റാണെന്നും ടിനി ടോമിനെതിരായ പരാതിയിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും അൻസിബ ഹസൻ പറഞ്ഞു. ഞാൻ പറഞ്ഞതിനെല്ലാം അന്വേഷിച്ച് കണ്ടെത്തി തരട്ടെ, എനിക്ക് അത്രേ പറയാനുള്ളൂ. ഞാൻ അമ്മയിലേക്ക് ഒഫീഷ്യലി പരാതി അയച്ചിട്ടുണ്ട്. അവിടെ പരാതി പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്കെതിരെ മറ്റൊരു വനിതാ എക്സിക്യൂട്ടീവ് അംഗം തൃപ്പൂണിത്തുറ പോലീസ് സ്റ്റേഷനിൽ ഒരു വ്യാജ പരാതി കൊടുത്തു. അന്ന് ഞാൻ മാക്സിമം എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ ഗ്രൂപ്പിൽ ഞാൻ പറഞ്ഞതാണ്, ഞാൻ പരാതി അയച്ചതാണ്, ഞാൻ പറഞ്ഞതാണ് ഇത് നിങ്ങൾ അന്വേഷിക്കണമെന്ന്. രണ്ട് ഭാരവാഹികൾ തമ്മിലൊരു പ്രശ്നമുണ്ടെങ്കിൽ ദിസ് ഈസ് നത്തിങ് ടു ഡു വിത്ത് അമ്മ എന്നാണ് പ്രസിഡന്റ് എന്നോട് പറഞ്ഞത്. ടിനി ടോം ചേട്ടൻ ഗ്രൂപ്പിൽ വന്ന് മെസ്സേജ് ഇട്ടത് ഇങ്ങനെയുള്ള ഊള കേസൊന്നും ഇവിടെ എടുക്കാൻ പറ്റൂല എന്നാണ്. അങ്ങനെ എനിക്ക് അവിടെ ഒരു നീതി കിട്ടിയിട്ടില്ല. ഗൂഢാലോചന നടന്ന എനിക്കെതിരെയാണ്. അമ്മയിലെ മെമ്പർഷിപ്പ് കട്ട് ചെയ്യാൻ വേണ്ടത്, പുറത്താക്കണം. എക്സിക്യൂട്ടീവ് പരാതി നൽകിയ എക്സിക്യൂട്ടീവ് അംഗത്തിനെതിരെയും സമാനമായ നടപടി അതൊക്കെ ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞു. അത് പിരിച്ചുവിടുകയാണെങ്കിൽ അത്രയും നല്ലത്. പുതിയ കമ്മിറ്റി വരികയാണെങ്കിൽ ഏറ്റവും നല്ല കാര്യം. എന്നാൽ അതേസമയം വ്യക്തിപരമായ കാരണങ്ങളെ തുടർന്നാണ് രാജിയെന്നാണ് അൻസിബ ആദ്യം അറിയിച്ചത് എന്നും ദിവസങ്ങൾ കഴിഞ്ഞ് ഇതിൽ പ്രതികരണം വന്നതിൽ സംശയമുണ്ടെന്നും അമ്മ പ്രസിഡന്റ് ശ്വേത മേനോൻ പ്രതികരിച്ചു. പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ റീസൺ വെച്ചിട്ടാണ് അൻസിബ രാജിവെച്ചത്. അവരെ ഞാൻ വിളിച്ചിട്ട് ചോദിച്ചു എല്ലാവരും മുമ്പിൽ. അപ്പോൾ അവർ പറഞ്ഞു പേഴ്സണലും പ്രൊഫഷണൽ റീസൺ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അൻസിബേനെ നമ്മൾ കേൾക്കും ഓട്ടോമാറ്റിക്കലി, ദാറ്റ്സ് ആർ ഡ്യൂട്ടി. നമ്മൾ മെമ്പറല്ലേ, വി വിൽ റെസ്പെക്ട് ഹർ, വി വിൽ ലിസൺ ടു ഹർ. ഒരു പ്ലാൻഡ് മൂവാണ്. നമ്മൾ അൻസിബ എനിക്ക് തോന്നുന്നു ജനറൽ സെക്രട്ടറി 2 പ്രാവശ്യം വിളിച്ചു, ഫോൺ എടുത്തിട്ടില്ല. യെസ്, 100%. ലിഡിയ ജേക്കബാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. ലിഡിയ, ഗുഡ് ഈവനിങ്. ഇപ്പോൾ അമ്മയിൽ കുറച്ചു കാലങ്ങൾ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരുന്നു. അതിനുശേഷമാണ് ഒരു ഓഫീസ് സ്റ്റാഫുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ പുറത്തേക്ക് വരുന്നത്. ഇപ്പോൾ പുതിയ വിഷയങ്ങൾ വരുന്നു. ഇതിൽ അമ്മ പ്രസിഡന്റ് എന്താണ് പറയുന്നത്? ഏത് രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകും? നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണല്ലോ അൻസിബ ഹസൻ. തീർച്ചയായും നിലപാടിൽ ഉറച്ചു തന്നെയാണ് അൻസിബ നിൽക്കുന്നത് എന്നുള്ളതാണ്. ഈ ഒരു കുറച്ച് ദിവസങ്ങളായി എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്കെതിരെ ഉണ്ടായിരുന്നു. മുൻപ് ഈ അമ്മയിൽ ജോലി ചെയ്യുന്ന, ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരു ഓഫീസ് സ്റ്റാഫിന്റെ അടക്കം പരാതി വന്ന് അത് വലിയ വിവാദമായത് കൂടിയാണ്. അതിന് പിന്നാലെയാണ് അൻസിബ ഹസൻ കൂടി വലിയ ആരോപണം ഉന്നയിച്ച്, വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണം ഉന്നയിച്ച് രംഗത്ത് വരുന്നത്. ഇന്ന് അൻസിബ അത് മാധ്യമങ്ങളോട് പറയുകയായിരുന്നു. പക്ഷേ കഴിഞ്ഞ ഫെബ്രുവരി 22-നാണ് അൻസിബ രാജിവെക്കുന്നത്. രാജി സ്വീകരിച്ചത് മെയ് 12-നാണ്. പക്ഷേ അതിനുശേഷം ഈ ആദ്യം രാജിവെച്ചപ്പോൾ ഇത്തരത്തിൽ വ്യക്തിപരമായിട്ടുള്ള കാരണങ്ങളാണ് രാജിക്ക് പിന്നിലെന്ന് പറയുകയും പിന്നീട് ഇന്ന് അതല്ല, മറ്റു കാരണങ്ങൾ കൂടി ഉണ്ട് എന്ന് അൻസിബ വെളിവാക്കുകയും ചെയ്തതായിരുന്നു. പ്രത്യേകിച്ച് അൻസിബ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം തനിക്ക് വലിയ മാനസിക പീഡനം അമ്മയിലെ പല അംഗങ്ങളിൽ നിന്നും നേരിട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഒരു വനിതാ അംഗം അൻസിബയ്ക്കെതിരെ പോലീസിൽ പരാതി നൽകുകയും അതിനെ തുടർന്നുള്ള വലിയ ഹറാസ്മെന്റ് ഉണ്ടായി. ഈ 2 അംഗങ്ങൾ തമ്മിലുള്ള പരാതി, അതിനെക്കുറിച്ച് അമ്മയിൽ ചോദിച്ചപ്പോൾ അതിനെക്കുറിച്ച് അതിൽ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അമ്മ പ്രസിഡന്റ് അടക്കം പറഞ്ഞത് അതിൽ ഇടപെടാൻ സാധിക്കില്ല, അത്തരത്തിലുള്ള കാര്യങ്ങൾ, അത് സ്വകാര്യമായിട്ടുള്ള കാര്യങ്ങളാണ്, അതിൽ ഇടപെടാൻ സാധിക്കില്ല എന്ന് പറയുകയും തനിക്ക് അത് വലിയ മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ഈ വനിതാ അംഗവും തന്നെ വളരെ മോശമായിട്ടുള്ള രീതിയിൽ ചിത്രീകരിച്ചു. അത്തരത്തിലുള്ള സംസാരങ്ങളൊക്കെ ഉണ്ടായി എന്ന് അൻസിബ പറയുന്നുണ്ട്. മറ്റൊന്നുള്ളത്, ടിനി ടോമിനെതിരെ വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് അൻസിബ ഉന്നയിച്ചത്. അതായത് ടിനി ടോം തന്നെ ജിഹാദി എന്ന് വിളിച്ചു, അതുപോലെ തന്നെ മതപരിവർത്തനം ചെയ്യാൻ ശ്രമിക്കുന്നു എന്നടക്കമുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. മത തീവ്രവാദിയാക്കാൻ ശ്രമം നടക്കുന്നു എന്നടക്കമുള്ള കാര്യങ്ങളാണ് അൻസിബ പറയുന്നത്. അത്രയും ഗുരുതരമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ അത് പരാതിയായി ഉന്നയിച്ചിട്ടില്ലെങ്കിൽ പോലും മുൻപ് ഇത്തരത്തിൽ പരാതി ഉന്നയിച്ച ഒരു സാഹചര്യം, അതിന്റെ അനുഭവം കിടക്കുന്നതിനാൽ അത്തരത്തിലുള്ള പരാതിയായി ഉന്നയിച്ചിട്ടില്ല. പക്ഷേ ഇതിൽ വിശദീകരണവുമായി അമ്മ പ്രസിഡന്റ് രംഗത്ത് വരുന്നുണ്ട്. ഒപ്പം ടിനി ടോം ഇതിനെ പൂർണ്ണമായും തള്ളിക്കൂടി രംഗത്ത് വരുന്നുണ്ട്. ഇത് അമ്മയ്ക്കെതിരെ നടക്കുന്ന ഒരു ഗൂഢാലോചനയാണ് എന്നാണ് ടിനി ടോം പറയുന്നത്. ഒപ്പം ശ്വേത മേനോനും അത് തന്നെയാണ് വ്യക്തമാക്കുന്നത്. പ്രത്യേകിച്ച് എന്തായാലും അമ്മയിൽ ഈ കഴിഞ്ഞ കുറെ നാളുകൾക്ക് ശേഷമാണ് ഇപ്പോൾ ഒരു പുതിയ വിവാദം ഉണ്ടായിരിക്കുന്നത്. എന്താ പറയുക, കുറച്ചൊന്ന് ഗൗരവമുള്ള സ്വഭാവത്തിലുള്ള ഒരു ആരോപണമാണ് ഉയർത്തിയിരിക്കുന്നത് അൻസിബ. ഇനി എന്താണ് തുടർ നീക്കങ്ങൾ അമ്മയിൽ നിന്നുണ്ടാകുന്നത് എന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.